എന്തു പറ്റി മോനെ? അമ്മ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇന്നലെ ഒരു കള്ളൻ ഇവിടെ കയറിയിട്ട് എന്റെ ബാഗും ബുക്കും എടുത്തോണ്ട് പോകുന്നതായിട്ട്. അയ്യോ, എന്നിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ? ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ആവൂ, ഭാഗ്യം. ശരിക്കും പ്രാർത്ഥിച്ചിട്ട് കിടന്ന ഇങ്ങനെ ദുസ്വപ്നം ഒന്നും കാണില്ല. ഞാൻ ഇന്നലെ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. മിടുക്കൻ, പോയി വാ മോനെ. ഹാവൂ, ഇവൻ നന്നായി തുടങ്ങുന്നതിന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. എന്റെ കർത്താവേ, എപ്പ നോക്കിയാലും അവള് പഠിത്താണല്ലോ. നീ ആ പെൺകൊച്ചിനെ നോക്ക്, എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സിൽ ഫസ്റ്റാ. അവളെ നോക്കിയിരുന്നത് കൊണ്ടാ ഞാൻ എല്ലാത്തിനും പൊട്ടിയത്. എന്റെ കർത്താവേ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. എന്നിട്ടും എന്തിനാ കർത്താവേ എന്നോട് ഈ ചതി ചെയ്തത്? ആന കൊടുത്താലും കർത്താവേ ആശ കൊടുക്കരുതായിരുന്നു. ആ ബുക്കും ബാഗും എന്റെ തലേന്നൊന്ന് ഊരിക്കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ കർത്താവേ, പറയൂ. ആരുടെ ഫോണാ അടിഞ്ഞത്? പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിൻഡുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്. ടിൻഡു, നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് മോനെ ടിൻഡു, ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ. അച്ചോ അച്ചോ, ആരാ വിളിച്ചത്? അച്ഛാ, അത് മോളിന്നാ വിളിച്ചത്. മോളി എന്നല്ല, അച്ചോ എന്ന് തന്നെയാ വിളിച്ചത്. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. എന്റെ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല, ശരിക്കും കേൾക്കാം. അയ്യോ അച്ഛാ, അത് മുകളിന്നാ വിളിച്ചത്. എന്റെ കർത്താവേ, നീ ഇത്ര പെട്ടെന്ന് എന്നെ മുകളിലേക്ക് വിളിച്ചല്ലോ. ഒരു 20 കൊല്ലം കൂടി എനിക്ക് സമയം തരണേ തമ്പുരാനെ. എന്റെ അച്ഛോ, അത് മുകളിലത്തെ നിലയെന്നാ വിളിക്കുന്നത്. തോമാച്ചനായിരുന്നോ? എന്നതാടാ? ഞാൻ മുകളിലേക്ക് കയറി വരാം. മോനെ, നീ അച്ഛനെ കണ്ടോ? അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ മേലോട്ട് പോയില്ലേ? എന്ത്? അയ്യോ അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? നല്ല കരിമ്പ് പോലെ ഇരുന്ന അച്ഛനെ ഇത്രയും പെട്ടെന്ന് മുകളിലോട്ട് വിളിച്ചല്ലോ. എന്റെ ഈശോ മിശിഹായേ. എന്നാ പറ്റിയ ഔസേപ്പേ? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അപ്പൊ അച്ഛൻ മരിച്ചില്ലേ? ആ ചെക്കൻ പറഞ്ഞ അച്ഛൻ മുകളിലേക്ക് പോയെന്ന്. എടോ, പിന്നെ ഞാൻ മുകളിലില്ലാതെ താഴെയാണോടോ? എന്താ കാര്യം? ഞാൻ താഴേക്ക് വരാം. അല്ല, ഇതാര്? ടിൻഡു? എന്താ പള്ളിയില്? കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. അതെന്തിനാടാ കൊച്ചിയെ പിടിച്ച് അമേരിക്കയുടെ തലസ്ഥാനമാക്കുന്നത്? എന്ത് ചെയ്യാനാ? അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്ന് എഴുതിയിട്ടത്. ഇനി പ്രാർത്ഥിക്കുകയല്ലേ നിവർത്തിയുള്ളൂ. ഇവന്റെ ഒരു തമാശ. എടാ, നമുക്കൊരു മാച്ച് കളിച്ചാലോ? ഓക്കെ, പക്ഷെ ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക് വേണം. ശരി, എന്നാ കേറ്. നിങ്ങൾക്കറിയോ, എന്റെ അപ്പൂപ്പൻ ഒരു വലിയ വേട്ടക്കാരനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയെ അപ്പൂപ്പൻ 3 പുലികളെ പിടിക്കാൻ പോയി. എന്നിട്ട് പിടിച്ചോ? എവിടെ? പുലിയുടെ വിശപ്പും മാറി, അപ്പൂപ്പന്റെ കടിയും മാറി. എന്താ ടിൻഡു, ഇന്ന് ട്യൂഷന് വരുന്നില്ലേ? ഇന്ന് എനിക്കൊരു ലീവ് വേണം ടീച്ചർ. എന്റെ മുത്തശ്ശി മരിച്ചു. കഴിഞ്ഞ മാസമല്ലേ നിന്റെ മുത്തശ്ശി മരിച്ചോന്ന് പറഞ്ഞ് ഒരു ലീവ് എടുത്തത്? എന്തു ചെയ്യാനാ ടീച്ചറെ, എന്റെ മുത്തശ്ശൻ വീണ്ടും കെട്ടി. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ, കളി ലേശം കൂടുന്നുണ്ട്. അയ്യോ, ചോര. കരയണ്ട, ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടോ. ക്രിക്കറ്റ് കളിച്ചപ്പോ ബോള് തട്ടി പൊട്ടിയതാ. വേദനയുണ്ടോ മോനെ? ഉണ്ട്. വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ? ഇല്ല, ഡോക്ടർ വേണം പോയിക്കോ. അതല്ല മോനെ, ഛർദിക്കാൻ വരുന്നുണ്ടോന്ന്. അതുതന്നെയാ ഡോക്ടർ അവനും പറഞ്ഞത്. ഡോക്ടർ വേണേ പോയി ഛർദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം. ശരി, സ്റ്റിച്ച് ഇടേണ്ടി വരും.
സിസ്റ്റർ കുട്ടിയകത്തെ കൊണ്ടുപോയിക്കോളൂ. അല്ല ഡോക്ടർ, ഈ സ്റ്റിച്ച് ഇടാൻ എത്ര രൂപ ചെലവ് വരും? ഒരു 500 രൂപയെങ്കിലും ആവും. ഈശ്വരാ, 500 രൂപയോ? വെറുതെ 2 സ്റ്റിച്ച് ഇട്ടാ മതി, അല്ലാതെ എംബ്രോയിഡറി വർക്കൊന്നും വേണ്ട. എടോ, സ്റ്റിച്ച് ഇടാൻ തന്നെയാ 500 രൂപയാകൂന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്ലാസ്റ്റർ ഒട്ടിക്കാനാണെങ്കിലോ? അതൊരു 50 രൂപ മതി. എന്നാ പിന്നെ സ്റ്റിച്ചാണെന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുത്താ മതി. അവന്റെ നെറ്റിയല്ലേ, അവൻ കാണില്ലല്ലോ. എടോ, തന്റെ കയ്യിൽ ഇപ്പൊ കാശായിട്ട് എത്ര രൂപ കാണും? എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 500 രൂപ ഇല്ല. നുള്ളിപ്പെറുക്കിയാൽ ഒരു 50 രൂപ കാണും. കാർഡ് എടുക്കുമോ? ഓ, പിന്നെന്താ? എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴേ കാർഡ് എടുക്കാറില്ല. എല്ലാം ഡോക്ടറുടെ ഒരു ഭാഗ്യം. മോന്റെ വീട് എവിടെയാ? ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 3ാമത്തെ കട്ട് റോഡിലെ 4ാമത്തെ വീടാ. ഓഹോ, അപ്പൊ MLA സുകുമാരൻ ചേട്ടന്റെ വീടിനടുത്താണോ? ഹേ, അല്ലല്ല, സുകുമാരേട്ടൻ എന്റെ വീടിന്റെ അടുത്താ. ഇതാ, ഈ ഗുളിക 3 ദിവസം കൊടുക്കണം. കാശ് ഇവിടെ കൊടുത്താ മതി. കാശല്ല, ഞാൻ കാർഡാ കൊടുക്കുന്നത്. ആ, കാർഡെങ്കിൽ കാർഡ്. ഇതെന്ത് കാർഡാ? ഇത് പ്ലെയിൻ കാർഡ്. ഡോക്ടറല്ലേ പറഞ്ഞത് കാർഡ് എടുക്കുമെന്ന്? വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്നുമില്ലേ, നിങ്ങളൊരു ഡോക്ടറല്ലേ? എടാ ചിഞ്ചു, അമ്മ ചോദിച്ചാൽ തേങ്ങ വീണതാണെന്ന് പറഞ്ഞാ മതി കേട്ടോ. ബോൾ തട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയെ വെറുതെ ടെൻഷനാക്കി. ഹലോ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ കാലമായല്ലേ? ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. നിന്റെ വീട്ടിലെന്താ ഏഷ്യാനെറ്റ് ഇല്ലേ? എന്താണത്? ഹായ് മൊബൈൽ. ഇത് വല്ല മാന്ത്രിക മൊബൈൽ ആയിരിക്കോ? ഞാൻ മാന്ത്രിക മൊബൈൽ ഇനി മുതൽ നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയുമായിരിക്കും. നിങ്ങളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാനും സത്യസന്ധമായ നിങ്ങളുടെ ഏതാവശ്യം നിറവേറ്റി തരാനും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാവും. The situation will be he gonna make you smile. Da 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 da. Just go blah blah blah. ഓം ഹ്രീം മാന്ത്രിക മൊബൈൽ. Tinderman rocks. D&D rocks. A Tinderman rocks. A D&D rocks. A Tinderman rocks. A D&D rocks. കൊള്ളാലോ ഈ മാന്ത്രിക മൊബൈൽ. കുട്ടികൾക്ക് അടുത്ത ബസ്സിൽ പോട്ടെ റൈറ്റ് റൈറ്റ്. അത്രയ്ക്കായോ? എന്തുമായ ജലം? ഇതെന്താ നീങ്ങാത്തത്? ഇയാളിതെന്താ കളിക്കുന്നത്? ഡോ, താൻ എന്താടോ വണ്ടി എടുക്കാത്തത്? ഇത് നീങ്ങുന്നില്ല. നീങ്ങുന്നില്ലെന്നോ? എന്ത് നീങ്ങുന്നില്ലെന്ന്? എടോ ഡ്രൈവറെ, ഞാൻ കേറിയിട്ടില്ല. നിർത്തണം. നിങ്ങളാ പോയ ബസ്സിലെ കിളിയല്ലേ? അതെ. എന്നാ ചേട്ടന് പറന്നു പോയിക്കൂടെ? പറക്കാനോ? എനിക്ക് പറക്കാനൊന്നും അറിയില്ല. അറിയില്ലേ? എന്നാ ഞാൻ പഠിപ്പിച്ചരാലോ. ഓം ഹ്രീം മാന്ത്രിക മൊബൈൽ. ഇതൊന്നും മായാജാലം. നമ്മളെ കിളി പറന്നു വരുന്നു. ഹലോ, ഞാനിപ്പോ വെറും കിളിയല്ല, സൂപ്പർ കിളിയാ. അയ്യോ, എന്റെ തലവണ്ട പോയേ.
പ്യൂൺ, എന്താണോ ഇത്? നിർത്തണോ, നിർത്താൻ. ആ സാർ, ഞാനൊന്നും ചെയ്തില്ല. അത് എൻ്റെ കൈയിൻ്റെ പ്രശ്നമാ. കൈയുടെ പ്രശ്നമല്ല, കയ്യിലിരിപ്പിന്റെ പ്രശ്നമാ. എവിടുന്നേലൊന്ന് കിട്ടിയാ ശരിയാവും. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇനി വല്ല പ്രേതബാധയും കൂടിയതാവോ? അയ്യോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അയ്യോ, എന്റെ ടിഫിൻ ഇങ്ങ് തരാനാ പറഞ്ഞത്. ഓടാ അവന്റെ ഒരു ടിഫിൻ. Tinderman rocks. TNT rocks. Tinderman rocks. അയ്യോ, ഇതെന്ത് മായാജാലം. TNT rocks. Tinderman rocks. ഇതെന്ത് മായാജാലം. എടാ, ഇതെങ്ങനെ സംഭവിച്ചു? നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ, കഴിഞ്ഞ 3 വർഷമായി ഞാൻ മാജിക് പഠിക്കുകയല്ലേ. എടാ, ഒന്ന് എനിക്കും പഠിപ്പിച്ചു തരുമോ? ആ, നോക്കാം. ഇവനുള്ള പണി ഞാൻ ഇന്ന് വൈകിട്ട് കൊടുക്കും. എടാ ടിൻഡു, ഞാൻ പോട്ടെ, ഇന്ന് ട്യൂഷൻ ഉള്ളതാ. ഓക്കേടാ, ബൈ. അയ്യോ, എന്റെ ബുക്ക് എന്തു പറ്റി? എടാ, ആ ടോണി എന്റെ റെക്കോർഡ് ബുക്ക് എടുത്തോണ്ട് പോയി. എനിക്കാണേൽ ഇന്ന് ട്യൂഷൻ ഉള്ളതാ. നേരം വൈകിയാൽ ടീച്ചർ വഴക്ക് പറയും. വാ, നീ വേഗം കേറ്. അയ്യോ, അവനെ കാണാനില്ലല്ലോ. അവൻ ഭയങ്കര സ്പീഡിലാണ് പോയത്. ഓം ഹ്രീം മാന്ത്രികമുപായ. എടാ ടിൻഡു, ഇതെന്ത് മായാജാലം. അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? ടോണി, അസൈൻമെന്റും റെക്കോർഡൊക്കെ എഴുതാനുണ്ടെങ്കിലേ അത് സ്വന്തം എഴുതണം. അല്ലാതെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കുകയല്ല വേണ്ടത്, കേട്ടോ? എടാ ടിൻഡു, ഇത് നീ തന്നെയാണോ പറയുന്നത്? അതെ, ടിൻഡു തന്നെ. ടിൻഡു ഇപ്പൊ പഴയ ടിൻഡു അല്ല. Tinderman rocks. TNT rocks. എടാ ടിൻഡു, എന്നെ ഒന്ന് വീട്ടിലേക്ക് തരുമോ? വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ട്യൂഷന് പോവാൻ. ഓ, അതിനെന്താ? Tinderman rocks. എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? അമ്മേ, അതുണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ആ ടോണി എന്റെ ബുക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് നമ്മുടെ ടിൻഡുമോനില്ലേ, അവനാ എന്നെ രക്ഷിച്ചത്. ഏത്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടിൻഡുമോനോ? അതെ അമ്മേ. അവൻ നിന്നെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയുന്നേ? അവനാണമ്മേ എനിക്ക് ടോണിയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് തിരികെ വാങ്ങി തന്നത്. അത് ചിലപ്പോ അവന് നോക്കി എഴുതാനായിരിക്കും. അതൊന്നും അല്ല അമ്മേ, അവനിപ്പ പഴയ പോലൊന്നും അല്ല. എന്തൊക്കെയോ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശക്തി മണ്ണാങ്കട്ട, ഒന്ന് പോയാട്ടെ അവിടുന്ന്. ടിൻഡുമോന് ശക്തിയേ? നീ പോയി കുളിച്ചു മാറ്റി ട്യൂഷന് പോവാൻ നോക്ക്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അമ്മേ, ആ റിമോട്ട് ഒന്ന് തന്നെ, എനിക്ക് കാർട്ടൂൺ കാണണം. കാർട്ടൂൺ ഒന്നുമില്ല, എനിക്ക് പാട്ട് കേൾക്കണം. എന്തമ്മേ, പ്ലീസ് അമ്മേ, ഒന്ന് ചാനല് മാറ്റമ്മേ. നീ ട്യൂഷന് പോവാൻ നോക്ക്. ഞാൻ ഈ കാർട്ടൂൺ കഴിഞ്ഞിട്ട് ട്യൂഷന് പോയിക്കോളാം. എന്തമ്മേ? ഇല്ല, അതൊന്നും പറ്റില്ല. What a world, the situation may be. He gonna make you smile. Da 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 da. Just go blah blah blah. ഹലോ ടിൻഡു. What a world, the situation may be. He gonna make you smile. Da 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 da. Just go blah blah blah. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം.
ഇതെന്ത് മായാജാലം? അതൊക്കെ ടിന്റുമോന്റെ ശക്തിയാണമ്മേ. അമ്മയ്ക്ക് പാട്ടും കേൾക്കാം, എനിക്ക് കാർട്ടൂണും കാണാം. ഈ ടിൻഡു ആരാ മോൻ? The situation will be. അയ്യോ, ഇത് ടോയ് ഫോൺ ആയിരുന്നു. ശോ, വെറുതെ സ്വപ്നം കണ്ടത് മിച്ചം. എത്ര മനോഹരമായ സ്വപ്നം. അപ്പോ ഇത് ശരിക്കും മാന്ത്രിക മൊബൈൽ ആയിരുന്നോ? ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതൊരു തുടക്കം മാത്രം.